ഹായ് മക്കളെ, അപ്പോൾ വെക്കേഷനൊക്കെയാണ്. അടിപൊളിയായിട്ട് എല്ലാവർക്കും വെക്കേഷനൊക്കെ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. ഈ ഒരു വീക്ക് കൂടെ കഴിഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്ലാൻ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കറക്റ്റായിട്ട് പറയാൻ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഉണ്ടാവും അല്ലേ? എന്താണ്, പബ്ലിക് എക്സാം അല്ലേ സാർ വരുന്നത്, പഠിക്കണം, അതല്ലേ നിങ്ങൾ എല്ലാവരും പറയാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്? എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ? അതിനൊക്കെ കൃത്യമായിട്ടൊരു പ്ലാനോ കാര്യങ്ങളോ കയ്യിലുണ്ടോ? ഉണ്ടോ? പലർക്കും എസ് എന്നാണ് ചോദിച്ചാൽ ചിലപ്പോൾ പലരും പറയല്ലേ, ഇനി ജനുവരി 1 മുതൽ ഞാൻ ഇരുന്ന് പഠിക്കാൻ പോവാണ്, ഡെയിലി ഒരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞാൻ ഇരുന്ന് പഠിക്കും, അതാണ് എൻ്റെ പ്ലാൻ അല്ലേ? പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എത്ര പ്ലാൻ ചെയ്താലും അതൊക്കെ കുറച്ച് റിസ്ക് പരിപാടിയാണ് അല്ലേ? ആണ്. പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എന്തായാലും ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഇരുന്ന് പഠിക്കാനും പോകുന്നില്ല. നിങ്ങൾ എന്തായാലും പഠിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിവസം മുതലായിരിക്കും എന്നുള്ളത് സാറിന് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കും ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വെക്കേഷൻ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. പക്ഷെ അത് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാക്കി വെക്കാം. വേണമെങ്കിലല്ല, ഉണ്ടാക്കി വെക്കണം നിങ്ങൾ. ഓക്കെ, അതായത് ഇനിയുള്ള ദിവസം നമ്മുടെ മുന്നിൽ പബ്ലിക് എക്സാമിന് ഉള്ളത് വെറും 60 ദിവസമാണ് എന്നുള്ളത് മക്കളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ആദ്യത്തെ കാര്യം അതാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ആ ഒരു 60 ദിവസവും നമുക്ക് പഠിക്കാൻ കിട്ടുമോ? അതും ഇല്ല അല്ലെ? ഒരുപാട് കാര്യങ്ങൾ +1 സ്റ്റുഡൻസ് ആയാലും +1 സ്റ്റുഡൻസ് ആയാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് ടൈം നമുക്ക് അവിടെയും പോകും അല്ലെ? പഠിക്കാൻ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണം എന്നില്ല. സോ 60 ദിവസവും നമുക്കില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. സെറ്റ്. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം? യെസ്, അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, നമുക്ക് ഇനി ജനുവരിയും ഫെബ്രുവരി അല്ലേ നമ്മുടെ മുന്നിലുള്ളത് അല്ലേ? അവിടെ തന്നെ നിങ്ങൾ ജനുവരി മാസം നമുക്ക് പഠിക്കാനുള്ളതാണെന്നും ഫെബ്രുവരി മാസം ഈ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാനുള്ളതാണ് എന്നും കൂടി മക്കൾ സെറ്റാക്കി വെക്കണം. ഓക്കെ, അങ്ങനെയാണ് ഇനിയുള്ള ഈ 2 മാസം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ജനുവരി മാസം പഠിക്കാനും ഫെബ്രുവരി മാസം ആ പഠിച്ച ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററും റിവൈസ് ചെയ്യാൻ, ക്വസ്റ്റ്യൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയുള്ള ടൈമാണ് ഫെബ്രുവരി എന്നുള്ളത് കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങും? സാർ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി അങ്ങോട്ട് 3 മണിക്കൂർ ഇരുന്ന് പഠിക്കാണോ? അല്ല, അത് നമുക്ക് നടക്കുന്ന പരിപാടിയേ അല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ജനുവരി മുതൽ കുറച്ചായി നമുക്ക് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, കുറച്ച് മതി. എല്ലാ ദിവസവും നിങ്ങൾ ഇരിക്കുക, കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം, മിനിമം ഒരു അരമണിക്കൂർ എങ്കിൽ അരമണിക്കൂർ. ഓക്കെ, അത് മതി. ഓക്കെ, അല്ല സോറി, മിനിമം അല്ല, മാക്സിമം. ഓക്കെ, മാക്സിമം അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, അതെങ്കിലും. ഓക്കെ, അതെങ്കിലും നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പഠിച്ച് നമുക്ക് എന്താക്കാം, ടൈമൊക്കെ കൂട്ടാം. ഓക്കെ, അതല്ല ആദ്യം മുതൽ തന്നെ 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ആയിരിക്കും പലർക്കും. സോ അതുകൊണ്ടാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടല്ലാത്ത ആളുകൾക്ക് ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ 3 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് പഠിച്ചോളൂ. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചായിട്ട് ഇരുന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ജനുവരി മുതൽ നമ്മളത് പഠിച്ചു തുടങ്ങണം. ജനുവരി കംപ്ലീറ്റ് ആകുമ്പോഴേക്കും മാക്സിമം നമുക്ക് തീർക്കാനുള്ളതൊക്കെ നമ്മൾ പഠിച്ച് തീർക്കുകയും വേണം. ഫെബ്രുവരി നമ്മൾ ഈ പഠിച്ചൊക്കെ റിവൈസ് ചെയ്യണം. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം സെറ്റായിട്ട് എഴുതാൻ പറ്റും, ഷുവറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പ്ലാനെങ്കിലും, ഇത് അത്രയ്ക്കും ചെറിയൊരു പ്ലാനാണ്, അപ്പോൾ ഈ ഒരു പ്ലാനെങ്കിലും ഈ ഒരു വെക്കേഷൻ ടൈമിൽ മക്കളൊന്ന് മനസ്സിൽ സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് ജനുവരി മുതൽ അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണം. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുക നമ്മുടെ ക്രാഷ് ബാച്ച് ഒക്കെ ആയിരിക്കും. അപ്പോൾ ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യേണ്ട കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെ സ്ട്രിപ്പ് പോകുന്നുണ്ടാവും, അതിൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ +1 ലൈൻ +2 ലൈൻ ക്രാഷ് ബാച്ച് നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, പബ്ലിക് എക്സാം നമുക്ക് ഉഷാറാക്കാം. ഓക്കെ അല്ലേ? ബൈ.